അപ്പം ധ്യാനത്തിന് പോകാൻ പറ്റുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അനക്കരയുള്ള ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛനാണ് ഇവിടുത്തെ ബാംഗ്ലൂർ കൺവെൻഷൻ നടത്തുന്നത്. അച്ഛൻ്റെ ഇംഗ്ലീഷ് ധ്യാനം ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത്. മലയാളം റിട്രീറ്റ് ഒത്തിരി കൂടിയിട്ടുണ്ട്, അവിടെ വന്നും അനക്കര വന്നും കൂടിയിട്ടുണ്ട്. ഒത്തിരിയേറെ ധ്യാനങ്ങൾ ഞാൻ കൂടിയിട്ടുണ്ട്. ഓരോ ധ്യാനങ്ങളും ഒത്തിരി അനുഭവങ്ങളാണ്. ഇപ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ടാണെന്ന് കാണുവാണെങ്കിൽ ഒത്തിരി കൊട്ടി ഘോഷിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ ഫൈനാൻഷ്യലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ മതി. ജീവിതത്തിലുണ്ടാകുന്ന ഓരോ കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ഒത്തിരിയേറെ വിഷമിക്കേണ്ട. അതൊക്കെയും ഒരു ശുദ്ധീകരണമാണ്. സൂയിസൈഡ്, മർഡർ, അബോർഷൻ, യൂത്തനേഷ്യ, ഇതെല്ലാം കൊല ചെയ്യരുതെന്ന കമാൻഡ്മെൻറ്റിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. ഹായ് എവ്രി വൺ. സോ ഇന്ന് സാറ്റർഡേ ആഫ്റ്റർനൂണാണ്. ഞങ്ങൾ ആക്ച്വലി ബാംഗ്ലൂർ കൺവെൻഷന് പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പോൾ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്, ഈവനിങ് ആണ്. ലൈക്ക് ഇന്ന് 3:30 തുടങ്ങുമെന്നാണ് പറഞ്ഞത്. അപ്പം ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഈവനിങ് 4 to 8 or 4 to 8:30 അങ്ങനെയാണ് സമയം. അപ്പം നമ്മൾ അതിന് ഒരുങ്ങിയിരിക്കുവാണ്. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഓർത്തു പെട്ടെന്നൊരു വീഡിയോ റെക്കോർഡ് ചെയ്തേക്കാമെന്ന്. കാരണം തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്ക് സമയം കിട്ടത്തില്ല. പിന്നെ നാളെയും കുറച്ച് ബിസിയാണ്, ഞങ്ങൾക്ക് ഗസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നാളെയും എനിക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ശകലം കുറച്ച് സമയമുള്ളൂ. അപ്പം പെട്ടെന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ധ്യാനത്തിന് പോകാൻ പറ്റുന്നത് ഒരു വലിയ അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അനക്കരയുള്ള ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛനാണ് ഇവിടുത്തെ ബാംഗ്ലൂർ കൺവെൻഷൻ നടത്തുന്നത്. അച്ഛൻ്റെ ഇംഗ്ലീഷ് ധ്യാനം ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത്. മലയാളം റിട്രീറ്റ് ഒത്തിരി കൂടിയിട്ടുണ്ട്, അവിടെ വന്നും അനക്കര വന്നും കൂടിയിട്ടുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ആദ്യമായിട്ടാണ് കൂടുന്നത്. അപ്പം എനിക്കൊരു വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ മോള് 10ാം ക്ലാസ്സിലായിരുന്നപ്പം അവൾ അവിടെ പോയി കൂടിയായിരുന്നു. അവൾക്ക് കുറച്ച് നന്നായിട്ട് മലയാളമൊക്കെ വർത്താനം പറയുകയും മനസ്സിലാവുകയൊക്കെ ചെയ്യും. പക്ഷേ ബോയ്സ് അത്യാവശ്യം വർത്താനം പറയുമെങ്കിലും അവർക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാകത്തില്ല. ഇപ്പോൾ ഒരു ധ്യാനത്തിൻ്റെ ക്ലാസ് കേട്ടാലോ മലയാളത്തിൽ കേൾക്കുമ്പോൾ അവർക്കതിൻ്റെ അർത്ഥം ഒന്നും പൂർണ്ണമായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ശ്രദ്ധ അങ്ങ് പോകും. ഇപ്പോൾ മലയാളത്തിലുള്ള ബൈബിൾ വേഴ്സും അങ്ങനെയൊക്കെ കുറച്ചൊരു എന്താ പറയുന്നത്, ഒരു ലിറ്റററി ലാംഗ്വേജ് വന്നു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ല. അപ്പോൾ അവർക്ക് ഇംഗ്ലീഷ് ധ്യാനം അച്ഛൻ്റെ അവിടെ കൊണ്ടുപോയി ഞാൻ കൂടിച്ചാൽ മോൾക്ക് കുറച്ച് ആൾക്കത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റി. പക്ഷെ ഇവർ പോയാൽ ഇവർക്കത് കിട്ടുമോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ പിള്ളേരെയും കൂടെ കൊണ്ടുപോകാം. അപ്പോൾ അച്ഛൻ ഇംഗ്ലീഷിൽ പറയുന്നത് കൊണ്ട് അവർക്കും അത് നല്ല പൂർണ്ണമായിട്ടും അത് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പോൾ ഇന്നലെ ആക്ച്വലി അവർ സ്കൂളിൽ നിന്ന് വന്നപ്പോഴാണ് ഞാൻ പറയുന്നത് നമുക്കിന്ന് പോകണമെന്ന്. ഇന്നലെ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. ഞങ്ങൾ വർക്കിംഗ് ആയിരുന്നു. പിന്നെ പിള്ളേരുടെ സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ പോയപ്പം മാസ് തുടങ്ങിയായിരുന്നു. മെയിൻ ക്ലാസ് ഒന്നും തുടങ്ങിയില്ല. അപ്പോൾ അവർ വരുമ്പോഴേ ഇവൻ വരുന്ന ഉടനെ കുറച്ച് നേരം കളിക്കും. അപ്പോൾ കളിച്ചിട്ട് പിന്നെ കഴിച്ച് കുളിച്ച് പള്ളിയിൽ പോകും. അതാണ് റുട്ടീന്. അപ്പോൾ പെട്ടെന്ന് കളിക്കാൻ സമയം കിട്ടുമല്ലെന്ന് പറഞ്ഞ ഉടനെ ആൾക്ക് ഭയങ്കര, രണ്ടുപേരും ആദ്യം കുറേ സമയം ഒരു മുറുമുറുപ്പായിരുന്നു. ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അമ്മ, ഞങ്ങളിന്ന് വരുന്നില്ല, നാളെ വരാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നമുക്ക് പോകണം. ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാ അനുഗ്രഹങ്ങളും തരുന്നത്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ, നമ്മൾ കണ്ടതും കാണാത്തതുമായ ഒത്തിരി, നിങ്ങൾക്കറിയാത്തതായ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം നമ്മളുടെ ജീവിതത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നമുക്ക് നന്ദി പറയാനായിട്ട് കുറച്ച് സമയം തീർച്ചയായിട്ടും മാറ്റിവെക്കണം. അതുപോലെ തന്നെ അങ്ങനെ പ്രാർത്ഥനയ്ക്കൊന്നും പോവുകയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആ കളിയുടെ ഒരു ജ്വരം എന്ന് പറയുന്ന പോലെ. എന്നിട്ട് മൂത്തയാൾ, രണ്ടാമത്തെ ആൾ ഓക്കെ പറഞ്ഞു. ആൾക്ക് മനസ്സിലായി സമ്മതിക്കത്തില്ല എന്ന്. രണ്ടാമത്തെ ആൾ കുറച്ച് നേരം കൂടെ മുറുമുറുത്തിരുന്ന് കളിക്കാനൊക്കെ ട്രൈ ചെയ്തു. ഞാൻ പറഞ്ഞു കളിച്ചുകൊണ്ടിരുന്ന ടാബ് പിന്നെ ലോക്ക് ചെയ്യും, പിന്നെ കളിക്കാനും പറ്റത്തില്ല, വന്നേ പറ്റുമെന്ന് പറഞ്ഞപ്പം ആൾക്കും മനസ്സിലായി ഞങ്ങൾ സമ്മതിക്കുകയല്ലാന്ന്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പം രണ്ടുപേരും ഭയങ്കര ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കുന്നു. രണ്ടാമത്തെ ആൾ ഭയങ്കര കീനായിട്ട് എല്ലാം, അച്ഛൻ പറയുന്ന എല്ലാം ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റോടെ കേട്ടുകൊണ്ടിരിക്കുവാണ്. മൂന്നാമത്തെ ആളും ഒരുമാതിരി നല്ലതായിട്ട് തന്നെ അറ്റൻഡ് ചെയ്തു. കൊച്ചു പിള്ളേർക്ക് കുറച്ച്, അവർ ഇച്ചിരി കൂടെ ചെറുതാണല്ലോ, അവർക്ക് കുറേയൊക്കെ മനസ്സിലായി, മുഴുവനൊന്നും മനസ്സിലായി കാണത്തില്ല, പക്ഷെ അവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ തന്നെ പറഞ്ഞു ഒത്തിരി നല്ലതായിരുന്നു അമ്മ, ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, നാളെ കഴിഞ്ഞും നമുക്ക് പോകണമെന്ന് അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ കുറച്ച് സമയം നമുക്ക് കിട്ടുന്ന ഈ അവസരങ്ങൾ, ധ്യാനത്തിന് പോകാനാണെങ്കിലും അച്ഛന്മാരൊക്കെ എത്ര എഫേർട്ടിട്ടാണ് ഇവിടെ ഒരു കൺവെൻഷൻ ഓർഗനൈസ് ചെയ്യുന്നത് അല്ലേ. നമ്മുടെ പള്ളി എത്ര കഷ്ടപ്പെട്ട്, എത്ര എഫേർട്ടിട്ട്, എത്ര പേരുടെ ഹാർഡ് വർക്കാണ് അതിൻ്റെ പിന്നിൽ.
അച്ഛനാണെങ്കിൽ രാത്രി 1 മണിക്ക് ധ്യാനം കഴിഞ്ഞിട്ട് വെളുപ്പിന് 1 മണിക്കാണ് അച്ഛൻ്റെ റെസിഡൻഷ്യൽ റിട്രീറ്റ് അനക്കര കഴിഞ്ഞത്. 1 മണിക്ക് കഴിഞ്ഞ് അച്ഛൻ അപ്പം തന്നെ ഉടനെ ബാംഗ്ലൂർക്ക് തിരിച്ച് ഒരു 2 മണി ഒക്കെ ആയി കാണും ബാംഗ്ലൂർ വന്നപ്പോൾ. എന്നിട്ട് 4 മണിക്ക് അച്ഛൻ വന്നിട്ട് ഒരു റെസ്റ്റും ഇല്ലാതെ യാത്ര ചെയ്ത് എത്ര കഷ്ടപ്പെട്ടാണ് അച്ഛൻ, എത്ര ഒരു സാക്രിഫൈസ് എടുത്താണ് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരവസരങ്ങളും നമ്മൾ പാഴാക്കരുത്. നമ്മൾ കുടുംബമായിട്ട് തന്നെ പോയി അതെല്ലാം അറ്റൻഡ് ചെയ്യണം. പിള്ളേരൊക്കെ ഒന്ന് ആദ്യമൊന്നും മുറുമുറുത്താലും പിന്നെ അവർക്കത് ഇഷ്ടമാകും. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഇന്നലെ ഞാൻ ഓർത്ത് ഇവരവിടെ പോയിട്ട് ഇനി കൂടത്തില്ലേ, ഇനി കളിയുടെ കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുമെന്ന്. അവിടെ ചെന്നപ്പോഴേ 2 പേരുടെ ഫുൾ ആറ്റിറ്റ്യൂഡ് മാറി ഭയങ്കര ഇഷ്ടത്തോടും താല്പര്യത്തോടും, കാരണം അവർക്ക് ആ ലാംഗ്വേജ് മനസ്സിലാവുന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് അവർ നല്ല താല്പര്യത്തോടെ ഇരുന്ന് കേട്ടു. അപ്പോൾ ഇങ്ങനെ വരുന്ന ഓരോ അവസരങ്ങളും ഒരു ധ്യാനങ്ങളും നമ്മൾ മിസ് ചെയ്യരുത്. അപ്പം നമ്മൾ ചിലപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങളൊക്കെ അനക്കര ഒത്തിരി പ്രാവശ്യം പോയിട്ടുണ്ട്. അപ്പോഴാണ് ഒത്തിരി ഫസ്റ്റ് സാറ്റർഡേ കൺവെൻഷൻ കൂടാൻ പോയിട്ടുണ്ട്. നമ്മളിവിടുന്ന് ബസ് പിടിച്ച് എത്ര കഷ്ടപ്പെട്ട് അവിടെ പോയി നമുക്ക് അറ്റൻഡ് ചെയ്യണം അല്ലേ. ഇതാണ് നമ്മുടെ സ്ഥലത്ത് വളരെ അടുത്ത് ജസ്റ്റ് 1 hour ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിൽ വരുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും മിസ് ചെയ്യരുത്. ദൈവം നമുക്ക് തരുന്ന ഒരു അവസരങ്ങളും നമ്മൾ മിസ് ചെയ്യരുത്. അപ്പം എൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ എല്ലാ വർഷം തന്നെയും ഒരു സമയം ദൈവത്തിനായിട്ട് മാറ്റി വെച്ചിട്ട് ധ്യാനമൊക്കെ കൂടുകയും അത് എല്ലാം എന്ന് പറഞ്ഞാൽ ഒരു റെസിഡൻഷ്യൽ റിട്രീറ്റ് തന്നെ കൂടാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ ധ്യാനം കൂടിയപ്പോൾ, ഞാൻ ആദ്യത്തെ അതും ഫുൾ ധ്യാനമൊന്നും കൂടിയപ്പോഴല്ല, ഒരു ഹാഫ് ഡേ റിട്രീറ്റ് കൂടിയപ്പോഴാണ് എനിക്ക് ആദ്യത്തെ ഒരു പരിശുദ്ധാത്മ അഭിഷേകം കിട്ടിയത്. ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു അനുഭവമാണ്. ഒരു സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ മനസ്സ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാറിപ്പോയ ഒരു അനുഭവം പോലെയാണ്. അപ്പം ഞാൻ ഇന്നും ഈ ഒരു നിമിഷം വരെയും ആ അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ, ബഹുമാനപ്പെട്ട ജെയിംസ് മഞ്ഞാക്കലച്ചനായിരുന്നു, അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒത്തിരി ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. ഒത്തിരി ഞാൻ അച്ഛനെ പ്രതി ദൈവത്തിന് നന്ദി പറയും. അൾട്ടിമേറ്റ്ലി ദൈവമാണ് നമുക്കത് തരുന്നത്, അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിൽ നിന്നാണ് വരുന്നത്. പക്ഷേ ആ അച്ഛനാണ് ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് അല്ലേ. ആ അച്ഛൻ അവിടെ ഒരു അച്ഛനായിട്ട് ഇരുന്ന് ചെയ്യണമെന്ന് അച്ഛന് തോന്നിയില്ലേ. അച്ഛൻ ആ ദൈവത്തിൻ്റെ വിളിയോട് പ്രത്യുത്തരിച്ചത് കൊണ്ടാണ് അവിടെ ആ ഒരു മൊമെൻറ്റിൽ എനിക്കത് അനുഭവപ്പെട്ടത് അല്ലേ. അപ്പം അച്ഛനോട് ഞാൻ ഇപ്പോഴും ഞാൻ ഒത്തിരി നന്ദിയോടുകൂടിയാണ് അച്ഛനെക്കുറിച്ച് ഓർക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒത്തിരിയേറെ ധ്യാനങ്ങൾ ഞാൻ കൂടിയിട്ടുണ്ട്. ഓരോ ധ്യാനങ്ങളും ഒത്തിരി അനുഭവങ്ങളാണ്. അപ്പം ആ വ്യക്തികളൊക്കെയും ഒരു പ്രതിഫലേച്ഛയും കൂടാതെയാണത് ചെയ്യുന്നത് അല്ലേ. അവർക്കെല്ലാം ആ പ്രതിഫലം ദൈവത്തിൽ നിന്നാണ്. എല്ലാവരും 100% പെർഫെക്റ്റ് ആണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ലാഭേച്ഛയോടുകൂടി ചെയ്യുന്ന ഒത്തിരി ആൾക്കാരും ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു വലിയ പെർസെൻറ്റേജ് ആൾക്കാരും അവർ ഒന്നും അതിൽ നിന്ന് പ്രതീക്ഷിക്കാതെ ദൈവത്തിൽ നിന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നവരാണ്. അല്ലാത്ത കള്ളനാണയങ്ങൾ എല്ലായിടത്തും ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ബോധപ്പെടേണ്ട, അത് അവരും ദൈവവും തമ്മിലുള്ള കാര്യമാണ്. അപ്പം ഞാൻ ഒത്തിരി ഇങ്ങനെ ധ്യാനങ്ങളിലൂടെയൊക്കെ ഞാനൊത്തിരി പ്രോഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൗൺസിലിംഗ് ശുശ്രൂഷ വഴിയാണെങ്കിലും എനിക്കൊത്തിരി അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒത്തിരി വിഷമിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളൊരു കൗൺസിലറിൻ്റെ അടുത്ത് പോയിട്ട് ഷെയർ ചെയ്യുമ്പോൾ അവരിലൂടെ ദൈവം നമ്മോട് സംസാരിക്കും അല്ലേ. അപ്പോൾ ഞാൻ എൻ്റെ ഡാഡി മരിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഡാഡി അങ്ങ് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ധ്യാനം കൂടാമെന്ന് പറഞ്ഞ് ഉടനെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസത്തിനകം ഞാൻ ആ ധ്യാനം കൂടാൻ പോയി. അവിടെ ഇരുന്ന് കൗൺസിലറുടെ അടുത്ത് ചെന്നു. അപ്പോൾ കൗൺസിലറുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് പുള്ളി എന്നോട് പ്രാർത്ഥിച്ചിട്ട്, ഞാനൊന്നും ഷെയർ ചെയ്തില്ല, പുള്ളി എന്നോട് പ്രാർത്ഥിച്ചിട്ട് പറയുന്നു, ഹോളി സ്പിരിറ്റ് പറയുന്നു ആരുടെയോ മരണത്തിൽ നീ ഒത്തിരി ദുഃഖിക്കുന്നു എന്ന് പറയുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ്, ഞാൻ ഒത്തിരി ദുഃഖിക്കുന്നുണ്ട്. ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫാദർ ഇങ്ങനെ 4 മാസം മുമ്പ് മരിച്ചുപോയി. അപ്പം പുള്ളിക്കാരൻ ചോദിച്ചു എന്തിനാണ് നീ ദുഃഖിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾക്ക് ക്രിസ്തീയ പ്രത്യാശയുണ്ടല്ലേ. നമ്മളൊരിക്കലും അവർ നമ്മളിൽ നിന്ന് ജസ്റ്റ് ഒരു അകൽച്ചയെന്നേ ഉള്ളൂ. അവർ നമ്മുടെ ഫ്യൂച്ചറിലാണ്. അവരെ നമ്മൾ ഇനിയും കണ്ടെത്തും. നമുക്ക് ആ ഹോപ്പുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കൊരു വിഷമമുണ്ട്. ഡാഡി 71 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈശോയുടെ ആ സമാധാനത്തിലാണോ അതോ എന്തെങ്കിലും നമ്മൾ പറയില്ലേ ശുദ്ധീകരണ സ്ഥലത്താണോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വറി ചെയ്യുമെന്ന് പറഞ്ഞപ്പം പുള്ളി എടുത്ത വായില്ല. പുള്ളിക്ക് ഒന്നും അറിയത്തില്ല, ഡാഡിയെ പറ്റിയോ ഡാഡി മരിച്ചെന്നൊന്നും അറിയത്തില്ല. പുള്ളി പറയുവാണ് അദ്ദേഹം എന്തുമാത്രം വേദന അനുഭവിച്ചാണ് മരിച്ചത്. ആ വേദനയെല്ലാം അവനൊരു ശുദ്ധീകരണമല്ലായിരുന്നു. ആ വേദനയെല്ലാം വെറുതെ ആയിപ്പോയി എന്ന് നീ വിചാരിക്കുന്നു. ആ വേദനയെല്ലാം വഴി അവൻ ശുദ്ധീകരിക്കപ്പെട്ടാണ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെട്ടത്.
അവൻ ദൈവികമായ സമാധാനത്തിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിനുണ്ടായ ഒരു ആശ്വാസം അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചത്, ഡാഡിക്ക് അസുഖം വന്നു, ഡാഡി ഒരു വർഷത്തോളം അസുഖത്തിൻ്റെ സഫറിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ സഫറിങ് എല്ലാം എടുത്തപ്പോൾ നമ്മൾ ഓർത്തു, എത്ര പേരുണ്ട് ഇങ്ങനെ പെട്ടെന്ന് മരിക്കുന്ന, അതായിരിക്കും ബെറ്റർ. ഡാഡി എത്ര സഫർ ചെയ്യുന്നു, 1 year ഉള്ള ട്രീറ്റ്മെൻറ്റും എല്ലാം എടുത്തു, വേദനകളെല്ലാം എടുത്തു, ഒത്തിരി സഫറിങ് എല്ലാം എടുത്തു. പക്ഷേ എൻ്റെ ദൈവമേ, നീ ആ വേദനകളൊക്കെ കുറച്ച് കൊടുക്കണമെന്ന് ഞങ്ങൾ പല പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയുടെ എല്ലാം ഫലമായിട്ട് ഡാഡിക്ക് ഒത്തിരി ആ അസുഖത്തിന് വരാമായിരുന്ന വേദനകളൊന്നും ഡാഡിക്ക് വന്നില്ല. എങ്കിലും ഒബ്വിയസ്ലി എല്ലാ അസുഖത്തിനും അതിൻ്റേതായ സഫറിങ് ഉണ്ട്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ജീവിതത്തിലെ ഓരോ സഫറിങ്ങും നമുക്കുള്ള ഓരോ ശുദ്ധീകരണമാണ്, അല്ലേ? അപ്പോൾ ആ കൗൺസിലർ എന്നോട് പറഞ്ഞപ്പം അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല, ഡാഡിക്ക് എന്നെ അസുഖമായിരുന്നു, ഇത്ര വേദന എടുത്തു, ഒന്നും അറിയത്തില്ല. പുള്ളി അങ്ങനെ ദൈവാത്മാവിനാൽ പ്രചോദിതനായി അങ്ങ് പറയുവാണ്. അപ്പോൾ എല്ലാം ശരിയാണ്, ഇത്ര വേദന എടുത്തുന്ന പുള്ളി അറിയേണ്ട കാര്യം എന്താ അസുഖമെന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ല. അപ്പോൾ ദൈവം തന്നെയാണ് പുള്ളിയിലൂടെ സംസാരിച്ചത്. അപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായി. അപ്പം അതിനു മുമ്പ് ഞാൻ ഓർക്കുന്നത്, ഞാൻ ഡാഡി മരിക്കുന്നതിൻ്റെ തലേദിവസമാണോ അതിൻ്റെ തലേദിവസമാണോ 2 ദിവസം മുമ്പാന്ന് തോന്നുന്നു, ഞാനൊരു സ്വപ്നം കാണുക. ഞാൻ സ്വപ്നത്തിൽ കാണുന്നത് ഡാഡിയെ ഞാനിങ്ങനെ ഇരിക്കുന്നു, ഭയങ്കര ഒരു പ്രകാശമായിട്ട് കാണുക. അപ്പോൾ ഡാഡി എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര സുന്ദരനായിട്ടിരിക്കുന്നു. ഡാഡിയെ കാണാൻ ശരിക്കും നല്ല ഭംഗിയായിരുന്നു. പക്ഷേ അതുപോലെയല്ല, ഒരു ഭയങ്കരമായിട്ട് ഇങ്ങനെ ഭയങ്കര ഒരു പ്രകാശം, നമ്മുടെ മുഖത്തിനൊരു മുഖപ്രകാശം വന്നാൽ നമ്മുടെ സൗന്ദര്യം കൂടുന്ന പോലെ നമുക്ക് തോന്നത്തില്ല, ആ ഒരു ലൈറ്റിംഗ് എഫക്റ്റും ഉണ്ട്. അപ്പോൾ അതുപോലെ ഒരു ഭയങ്കര പ്രകാശമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഡാഡി മുടിയൊക്കെ കുറച്ച് പോയായിരുന്നു, പക്ഷെ മുടിയൊക്കെ അങ്ങ് നന്നായിട്ടിരുന്ന് നല്ല ആരോഗ്യവാനായിട്ട് ചെറുപ്പക്കാരനായിട്ട് ഞാൻ കാണുന്ന മേ ബി ഒരു 38-40 years ഉള്ള ആളെ പോലെയാണ് കാണുന്നത്. എല്ലാം ഇങ്ങനെ കാണുക ഞാൻ സ്വപ്നത്തിൽ. അപ്പം ഞാനിങ്ങനെ പറയുക, അയ്യോ ഡാഡിയുടെ ക്ഷീണമെല്ലാം മാറിയല്ലോ, ഡാഡി ഭയങ്കര നല്ലതായിട്ടിരിക്കുന്നല്ലോ, അസുഖമെല്ലാം മാറിയോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുക ഡാഡിയുടെ വയറിൻ്റെ അവിടെ. അപ്പം വയറേൽ ഇങ്ങനെ ഒരു മുഴ പോലെ ഇങ്ങനെ ഇരിക്കുക. അപ്പം ഞാൻ പെട്ടെന്ന് പറയുക, അയ്യോ അസുഖം പോയില്ല, ആ മുഴ പോലെ ഇരിക്കുന്ന അവിടെ ഉണ്ടല്ലോ, അപ്പം അസുഖം പോയിട്ടില്ല എന്നിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു. ആ സ്വപ്നം അങ്ങ് അവസാനിച്ചു. പിറ്റേ ദിവസം ഡാഡി മരിച്ചു. അപ്പോൾ അത് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഉള്ളിൽ എനിക്ക് മനസ്സിലാവുകയാണ്, ഡാഡിയുടെ മരണശേഷമുള്ള അവസ്ഥയാണ് ഞാൻ കണ്ടത്. ഡാഡി ഒരു സുന്ദരനും ചെറുപ്പക്കാരനുമായിട്ട് ദൈവത്തിൻ്റെ പ്രകാശത്തിൽ വസിക്കുന്ന ഒരവസ്ഥയാണ് ദൈവം എന്നെ കാണിച്ചു തന്നത്. പക്ഷേ അപ്പോഴും ഡാഡിയുടെ ശരീരം പെർഫെക്റ്റാണ്, മുഖം പെർഫെക്റ്റാണ്, എല്ലാം പെർഫെക്റ്റ് ആണെങ്കിലും വയറിലുള്ള ആ ഒരു മുഴയ്ക്ക് മാറ്റം വരുന്നില്ല. അതവിടെ ഒരു ബൾജിങ് പോലെ ഞാൻ കാണുവാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുവാണ്, ആ മുഴ, ആ അസുഖം വഴിയാണ് അവൻ പൂർണ്ണമായും പരിപൂർണമായും ശുദ്ധീകരിക്കപ്പെട്ടത്. ഡാഡി ഒത്തിരി നല്ല മനുഷ്യനായിരുന്നു. അതുമാത്രമല്ല, പ്രാർത്ഥിക്കാനും പള്ളിയിൽ പോകാനും ഒക്കെ ഒരിക്കൽ പോലും സൺഡേ മാസ് മുടക്കുകയോ ഞങ്ങളെ മുടക്കാൻ സമ്മതിക്കുകയോ ഒന്നും ചെയ്യത്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഡാഡിക്ക് അസുഖമായിരുന്നു 1 വർഷക്കാലം. എനിക്ക് തോന്നുന്നു ഡാഡി അറ്റ്ലീസ്റ്റ് 3 ധ്യാനം കൂടി, അനക്കരാജൻ്റെ ധ്യാനവും കൂടി 3 ധ്യാനം കൂടി പല പ്രാവശ്യം കുമ്പസാരിച്ചു. ഒത്തിരിയേറെ പ്രാവശ്യം വിശുദ്ധ കുർബാന കൊടുത്തു. നമ്മൾ ഫ്രീക്വൻ്റ് ആയിട്ട് അച്ഛന്മാർ വീട്ടിൽ വന്ന് കൊടുക്കുമായിരുന്നു. അവരെല്ലാം നന്ദിയോടെ ഈ നിമിഷം ഓർക്കുവാണ്. വീട്ടിൽ വന്ന് ഡാഡിക്ക് കുർബാന കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഡാഡി മരിക്കുമ്പോൾ എൻ്റെ മമ്മി അടുത്തിരുന്ന് കർണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് ഡാഡി മരിക്കുന്നത്. അപ്പം മമ്മി ഇങ്ങനെ കേട്ടായിരുന്നു, നമ്മൾ കർണക്കൊന്ത ചൊല്ലിക്കൊണ്ട് മരിക്കുവാണെങ്കിൽ ആത്മാവ് ശാന്തിയിലേക്ക് പ്രവേശിക്കും എന്നുള്ള മമ്മിയുടെ ഒരു വിശ്വാസപ്രകാരം മമ്മി ഇങ്ങനെ കർണക്കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഡാഡി ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് അങ്ങ് മരിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് എന്തോ ഞാൻ പറഞ്ഞു വന്നത് മറന്നുപോയി. അപ്പം എനിക്ക് മനസ്സിലായി ആ അസുഖം വഴിയാണ്. അതുകൊണ്ടാണ് ആ മുഴ സ്റ്റിൽ ആ പ്രകാശത്തിലിരിക്കുന്ന പോലെ ഞാൻ കാണുമ്പോഴും ആ മുഴ ഞാൻ കാണുന്നത്. അതാണ് ഡാഡിയെ പൂർണ്ണമായിട്ടും കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ കുരിശിൻ്റെ അടയാളം ഉണ്ടായിരുന്ന പോലെ തന്നെ ആ ഒരു മാർക്ക് ഇറ്റ് ഈസ് ദെയർ. അതുവഴിയാണ് പരിപൂർണമായിട്ട് ശുദ്ധീകരിക്കപ്പെട്ടത്. അപ്പം ഈ കൗൺസിലറും എന്നോട് അത് തന്നെയാണ് പറഞ്ഞത്, അല്ലേ? അവൻ ഇതുവഴിയല്ലേ അവൻ പരിപൂർണമായിട്ടും ശുദ്ധീകരിക്കപ്പെട്ട ആ വേദന എല്ലാം ശുദ്ധീകരിക്കപ്പെട്ടാണ് പോയെന്നാണ് പുള്ളിക്കാരനും പറഞ്ഞത്. അപ്പോൾ എല്ലാം കൂട്ടി വായിച്ചപ്പോഴെല്ലാം കറക്റ്റായിട്ട് മാച്ച് ചെയ്തു. എൻ്റെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷവും സമാധാനവും വന്നു. അപ്പം ഞാനിപ്പം ധ്യാനങ്ങൾ നടത്താറുണ്ട്, ഞാൻ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. അപ്പം കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ആദ്യമൊക്കെ എനിക്കൊരു ആദ്യമായിട്ടൊക്കെ പോകുമ്പോൾ ദൈവം എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു തപ്പലുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഓർക്കുന്ന ദൈവമാണ് എന്നെ അയക്കുന്നത്.
എപ്പോഴും അവൻ എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഏത് ശുശ്രൂഷയ്ക്ക് പോകുമ്പോഴും അവൻ എൻ്റെ കൂടെയുണ്ട്. എനിക്കത് ഫീൽ ചെയ്യാം. അപ്പം ഞാൻ അവിടെ പോയി ഇരുന്ന് ദൈവനാമത്തിൽ പറയുമ്പോൾ ശരിക്കും ആ വ്യക്തിക്ക്, ആ കേൾക്കുന്ന വ്യക്തിക്ക് ഒരാശ്വാസം ലഭിക്കും. അപ്പം ഞാനൊരു ഇൻസ്ട്രുമെൻ്റായിട്ട് അങ്ങ് ഇരുന്നാൽ മതി. അപ്പോൾ അവർക്ക് എന്നിലൂടെ വേണ്ട ഒരു ആശ്വാസം ദൈവം കൊടുക്കും. ദൈവത്തിനൊരു നാവ് ആവശ്യമാണ്, അല്ലേ? ഒരു ഇൻസ്ട്രുമെൻ്റ് ആവശ്യമാണ് സംസാരിക്കാൻ. അപ്പം അങ്ങനെ നമ്മൾ പോയി സംസാരിച്ച് കഴിയുമ്പോൾ മറ്റൊരാളുടെ വേദനകൾ നമ്മൾ കേട്ട് അവർക്കൊരാശ്വാസം കൊടുക്കുമ്പോൾ അതൊരു വലിയ പുണ്യപ്രവൃത്തിയാണ്, അല്ലേ? അപ്പം നിങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ഇനി ഒരു അവസരം കിട്ടുവാണെങ്കിൽ എപ്പോഴും മറ്റുള്ളവരെ നമ്മൾ സ്നേഹത്തോടും കരുണയോടും കൂടെ ചേർത്ത് പിടിക്കുക. ഇപ്പോൾ ഒരാൾക്ക് ബുദ്ധിമുട്ടാണെന്ന് കാണുവാണെങ്കിൽ ഒത്തിരി കൊട്ടി ഘോഷിക്കാതെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ ഫൈനാൻഷ്യലായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ മതി, വാക്കുകൾ കൊണ്ട് അവരെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഇതെല്ലാം ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവപുസ്തകത്തിൽ എഴുതി ചേർക്കും കേട്ടോ. ഒന്നും നമ്മൾ അതിൽ നിന്ന് ഒരു പ്രതിഫലം ഒന്നും ആഗ്രഹിക്കേണ്ട. പ്രതിഫലം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പം ഓരോ സഫറിങ്സും, ഇതൊരു ധ്യാനത്തിന് പോകുന്ന ക്ലാസ്സിനെ കുറിച്ച് ഞാൻ പറയുമായിരുന്നു. ധ്യാനത്തിനൊക്കെ പോകാൻ പറ്റുമ്പോൾ എപ്പോഴും പോവുക. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, അതിനെക്കുറിച്ചൊന്നും ഒത്തിരിയേറെ വിഷമിക്കേണ്ട. അതൊക്കെയും ഒരു ശുദ്ധീകരണമാണ്. അപ്പം ഞാൻ കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു ധ്യാനം എടുക്കാൻ പോയി. 3 ദിവസത്തെ ധ്യാനം എടുക്കുമായിരുന്നു. അപ്പം എല്ലാ ദിവസവും എനിക്ക് തോന്നുന്നു 1 ക്ലാസ്സോ 2 ക്ലാസ്സോ ഒക്കെ എടുക്കേണ്ടി വന്നായിരുന്നു. അപ്പോൾ ഒരു ക്ലാസ്സിന് ഞാൻ കുമ്പസാരിക്കാനായിട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു ആൾക്കാരെ. അപ്പം നമ്മൾ കൊല ചെയ്യരുത് എന്നൊരു ഇതുണ്ടല്ലോ, കമാൻഡ്മെൻറ്റ്സിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അബോർഷന്, യുത്തനേഷ്യ, അതുപോലെ തന്നെ ശരിക്കും നമ്മൾ മർഡർ മാത്രമല്ല ഇതെല്ലാം ആ മർഡറിൽ ഉൾപ്പെടുന്നതാണെന്ന് പറഞ്ഞ് നമ്മൾ പാപത്തിൻ്റെ ലിസ്റ്റ് പറഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, എന്താണ് ഈ യുത്തനേഷ്യ എന്ന് പറയുമ്പം അത് മേഴ്സി കില്ലിംഗ് ആണ്, അല്ലേ? ചിലപ്പോൾ നമ്മളൊരു ടെർമിനലി ഇല്ലായിട്ടുള്ള ആളെ അവരുടെ എന്താ പറയുക കഷ്ടപ്പാടുകൾ കുറയ്ക്കാനായിട്ട് മേഴ്സി കില്ലിംഗ്, അതായത് ഡോക്ടേഴ്സിന് തന്നെ അവരെ ലീഗലി മർഡർ ചെയ്യാൻ, അല്ലെ, കില്ല് ചെയ്യാനുള്ള ഒരു ഇതാണ് യുത്തനേഷ്യ പറഞ്ഞത്. പക്ഷേ സഭ അത് അംഗീകരിക്കുന്നില്ല. ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. അപ്പോൾ ദൈവത്തിന് മാത്രമേ ജീവൻ തിരിച്ചെടുക്കാനുള്ള അവകാശമുള്ളൂ. മനുഷ്യന് അത് എടുക്കാനുള്ള അവകാശമില്ല. അബോർഷൻ എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു കൊച്ചിൻ്റെ ജീവൻ നമ്മൾ എടുക്കുകയാണ്. ആ ഒരു മൊമെൻറ്റിൽ ഇത് സ്പേമും ഓവവും കൂടെ ഫ്യൂസ് ആകുന്ന മൊമെൻറ്റിൽ ജീവൻ ദൈവം ഇൻഫ്യൂസ് ചെയ്യുവാണ് ആ വ്യക്തിയിലേക്ക്. ഒരു സോളാണ് ദൈവത്തിൻ്റെ ഇമേജിലും ലൈക്ക്നെസ്സിലും ക്രിയേറ്റ് ചെയ്തത്. സോള് നമ്മുടെ ബോഡിയിലാണ്, അല്ലേ? അപ്പം ആ ബോഡിയിലേക്ക് ആ മൊമെൻറ്റിൽ തന്നെ സോൾ ഇൻഫ്യൂസ്ഡ് ആണ്. അപ്പം നമ്മൾ ആ കുഞ്ഞിനെ കൊന്നു കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞിന് ഈ ഭൂമിയിൽ ജനിക്കാനുള്ള അവകാശത്തെ നമ്മൾ നിഷേധിക്കുകയാണ്. എന്തിൻ്റെ പേരിലായാലും അത് ശരിയല്ല. അതുകൊണ്ടാണ് അബോർഷൻ സഭ അംഗീകരിക്കാത്തത്. അബോർഷൻ ഒരു മർഡറായിട്ട് തന്നെ കൂട്ടുന്നത്. അതേപോലെ തന്നെയാണ് യുത്തനേഷ്യയും കൂട്ടുന്നത്, അതായത് മേഴ്സി കില്ലിംഗ്. നമുക്ക് ദൈവം തന്നാണ്. നമുക്കൊരു മുടി പോലും എന്ന് പറയുന്ന കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ നമ്മുടെ ഉയരത്തോട് അല്പം കൂട്ടാനോ ഒന്നും പറ്റത്തില്ല, അല്ലേ? എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ആ അത്യുന്നത ദാനമായ സേക്രഡ് ആയിട്ടുള്ള ലൈഫിനെ തിരിച്ചെടുക്കാൻ ദൈവത്തിന് മാത്രമേ അവകാശമുള്ളൂ. സൂയിസൈഡ്, മർഡർ, അബോർഷൻ, യുത്തനേഷ്യ, ഇതെല്ലാം കൊല ചെയ്യരുതെന്ന കമാൻഡ്മെൻറ്റിന് എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ കാര്യം പറഞ്ഞപ്പം, യുത്തനേഷ്യ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിക്കുവാന്ന്, ഒരു ടെർമിനലി ഇല്ലായ ഒരാൾക്ക് ദൈവമേ എന്ന് വിളിക്കാനുള്ള ഒരു അവസരമാണ് ആ പീരിയഡ്, അല്ലേ? ഡാഡി നല്ല മനുഷ്യനായിരുന്നു. സ്റ്റിൽ ആ ഒരു വർഷക്കാലം അദ്ദേഹം ഒത്തിരിയേറെ ദൈവത്തോട് അടുത്തു, അല്ലേ? ആ ഒരു വർഷം 3 ധ്യാനം കൂടി, കുറേയധികം കുമ്പസാരിച്ചു, കുറേയധികം പ്രാവശ്യം ഈശോയെ സ്വീകരിച്ചു, ഒത്തിരിയേറെ ഒരുങ്ങി ഞാൻ ദൈവത്തെ കാണാൻ പോകുമെന്ന് 100% ഡാഡിക്ക് അറിയാമായിരുന്നു. ഡാഡിക്ക് പലരോടും പറഞ്ഞു എന്ന് പിന്നെ ഞങ്ങൾ അറിഞ്ഞു, ഇനി ജീവിതത്തിലേക്കൊരു തിരിച്ചുവരവില്ല, ഇതെൻ്റെ അവസാനത്തെ അസുഖമാണ്, ഈ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞാലും ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണെന്ന് ഡാഡിക്ക് ഉത്തമമായ ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ പരിപൂർണമായിട്ട് ഒരുങ്ങാനുള്ള ഒരു സമയമായിരുന്നു ആ സഫറിങ്ങിൻ്റെ സമയം, അല്ലേ? അപ്പോൾ ഒന്നിൻ്റെ പേരിലും ഞാൻ ആ സഫറിങ് എടുത്തു കഴിഞ്ഞാൽ അത് ഡാഡിയോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്, അല്ലേ? ആ സഫറിങ് ഞാൻ എടുത്തു കഴിയുമ്പോൾ ആ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് അവിടെ ഇൻകംപ്ലീറ്റ് ആയി പോവുകയാണ്. അപ്പം നമ്മൾ ഒന്നിൻ്റെ പേരിലും ദൈവം തന്നിരിക്കുന്ന ജീവനെ തിരിച്ചെടുക്കാൻ പാടില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ
പറഞ്ഞ ആ യുത്തനേഷ്യയുടെ എക്സ്പ്ലനേഷനോടുകൂടി ഇതും കൂടെ പറഞ്ഞു അല്ലേ. സഫറിങ് ശരിയാണ്, സഫറിങ് ഉണ്ട്. പക്ഷെ ചിലപ്പോൾ ദൈവം അനുവദിച്ചതായിരിക്കും. അവൻ്റെ ആത്മാവിന് അത് നല്ലതായിരിക്കും. ആ ഒരു പ്യൂരിഫിക്കേഷൻ ആവശ്യമായിരിക്കും. അതുകൊണ്ടാണ് ദൈവം അത് അനുവദിച്ചത് അല്ലേ. അപ്പം ഞാൻ പറഞ്ഞു വന്ന കുറച്ച് ഡൈവേർട്ടായി. അപ്പോൾ എന്ത് ധ്യാനങ്ങളോ, ഇപ്പം ഞങ്ങളൊരു ധ്യാനത്തിന് പോവുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലൂടെ വന്ന കുറേ ചിന്തകൾ ഞാൻ പറയുമായിരുന്നു. നിങ്ങൾക്ക് ദൈവത്തെ അറിയാനും അവനോടൊപ്പം ആയിരിക്കാനും കിട്ടുന്ന ഒരു അവസരങ്ങൾ പോലും പാഴാക്കരുത്. നിങ്ങൾ മാത്രമല്ല, കുടുംബം മുഴുവനായിട്ട് പോകണം. കൊച്ചു കുട്ടികൾക്ക് നമ്മൾ വിചാരിക്കും അവർക്കൊന്നും മനസ്സിലാകത്തില്ല എന്ന്. പക്ഷേ അങ്ങനെയല്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, അവർക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാവും. തെരേസ ഇന്നലെ അവിടെ ഇരുന്ന് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറയുന്നതിനൊക്കെ എന്നോട് അവൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ അച്ഛൻ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞാൽ എന്താണ്? അത് കേട്ടോണ്ട് ഇമ്മാനുവലും കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്നത്രയും മനസ്സിലാകട്ടെ, പക്ഷെ അവരെ കൂട്ടി പോവുക. എപ്പോഴാണ് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് തൊടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പ്രതീക്ഷിക്കാത്ത നിമിഷമായിരിക്കും പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ തൊടുന്നത്. ഞാൻ ആലോചിക്കുക, എനിക്ക് ആദ്യത്തെ ഹോളി സ്പിരിറ്റ് അനോയിൻറ്റിങ് കിട്ടിയപ്പോൾ ഞാൻ ഒത്തിരി ഒരുക്കമുള്ള വ്യക്തിയോ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന് ഒത്തിരി നല്ല ആളോ ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഏറ്റവും സാധാരണ ആളായിരുന്നു. ഞാൻ അവിടെ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഇപ്പോഴും പരിശുദ്ധാത്മാവിനെ കിട്ടുമെന്നൊരു വചനം കേട്ടപ്പോൾ ജസ്റ്റ് ഒരു സ്പാർക്ക് എൻ്റെ മനസ്സിൽ, എൻ്റെ മനസ്സിലൊരു ആഗ്രഹം വന്നു. ദൈവമേ, ഇത് ശരിയാണെങ്കിൽ എനിക്കും കൂടെ പരിശുദ്ധാത്മാവിനെ തരണം. ഇങ്ങനെ ഒരു ചെറിയ ആഗ്രഹം വന്ന് ആ ചെറിയ ആഗ്രഹത്തെ മാനിച്ച് എൻ്റെ തെറ്റുകളോ കുറ്റങ്ങളോ ഒന്നും കണക്കിടാതെ ആ ജനറസായ ദൈവം, ആ മഹാമനസ്കനായ ദൈവം, ആ മഹാമനസ്കത നമുക്ക് അളക്കാൻ പോലും പറ്റത്തില്ല. അവൻ്റെ അത്രയധികം ജനറസ് ആണ് അവൻ. നമ്മുടെ ഒരു ചെറിയ ആഗ്രഹത്തെ, ഒരു ചെറിയ സ്പാർക്കിനെ മാനിച്ചുകൊണ്ട് അവൻ എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നു അല്ലേ. അപ്പോൾ ഏത് നിമിഷമാണ് നമ്മുടെ കുട്ടികളെ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നത്, അല്ലെ നമ്മളെ സ്പർശിക്കുന്നത്, നമുക്കൊരു ദൈവാനുഭവം ഉണ്ടാകുന്നത് നമുക്കറിഞ്ഞുകൂടാ. നമുക്കൊന്നേ ചെയ്യാനുള്ളൂ, കിട്ടുന്ന അവസരങ്ങളെല്ലാം പോവുക, അറ്റൻഡ് ചെയ്യുക, ദൈവത്തോട് ചേർന്നിരിക്കുക, അവനോടൊപ്പം നടക്കുക. അവനോടൊപ്പം നമ്മൾ നടക്കുമ്പോൾ അവനും നമ്മളോടൊപ്പം നടക്കും. അപ്പോൾ അതാണ് എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം ഞങ്ങളിപ്പോൾ ധ്യാനത്തിന് പോകാൻ പോവാണ്. അനദർ 15 minutes ഐ വോണ്ട് ടു റെക്കോർഡ് വൺ മോർ വീഡിയോ. അപ്പം ഇതുവരെ എന്നെ കേട്ടതിന് എല്ലാവർക്കും നന്ദി. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.